ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മൾ കോഴിക്കോട് വടകര സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ്. ഈ ഒരു മീൻകറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മുടെ മലപ്പുറം സ്റ്റൈലിലുള്ള തേങ്ങ അരക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ രണ്ട് മീൻകറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മൺചട്ടിയിലാട്ടോ മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള തക്കാളി കുറച്ച് പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീൻകറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വാളൻപുളി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയെ മാത്രമേ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞ് വരുള്ളൂ. കാരണം ഈ ഒരു മസാല നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു അരപ്പിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കാരണം നന്നായി തിളച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായി തിളക്കണം. എന്നാലേ ഒരു പുളിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് പുളി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പിന്നെ അധികം വേവൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് വയ്ക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സോസ് പാനിലേക്ക്. കുറച്ച് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഈ വാട്ടിയെടുത്തിട്ടുള്ള ഉള്ളി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഉള്ളി വാട്ടി ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. ഇതിന് മുകളിലായിട്ട് ഈ കറിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീൻകറി സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വടകര കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ഒരു തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻകറി നമ്മൾ ഏത് മീൻ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. നല്ല മത്തി അയിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മത്തി വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഈ ഒരു മീൻകറി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 3 പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഉടഞ്ഞു വരുന്നതൊന്നുമില്ല. ജസ്റ്റ് തക്കാളി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ അത്യാവശ്യത്തെ തക്കാളി വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം.
മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഈ ഒരു 3 പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ മലപ്പുറം സ്റ്റൈലിൽ മീൻകറി വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പൊടികൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു മീൻ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ വാളംപുളി ഒരു 3 പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം തക്കാളി നമ്മൾ കുറച്ച് വലുതല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തക്കാളീൻ്റെ പുളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതുപോലെ പുളി ഇങ്ങനെ പീസായിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയും മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ മുരിങ്ങക്കായായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മത്തി ഒരു 10-12 ചെറിയ മത്തി എടുത്തിട്ടുള്ളത്. പിന്നെ മത്തിയും മുരിങ്ങക്കായും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. മുരിങ്ങക്കായൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും കഴിക്കാൻ. കറിയിലേക്ക് ഇതാ മത്തിയും മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീനൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 10 മിനിറ്റ് ടൈം എടുക്കുള്ളൂ. മുരിങ്ങക്കായ്ക്കും അധികം വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് കുറുകിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറി ആയിട്ടുണ്ട്. അതിന് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു മല്ലിയിലിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിയിലേക്ക്. പിന്നെ കറി ഞാൻ ഓഫ് ചെയ്യാണ്. അതിന് നമുക്കിതിലേക്കൊന്ന് താളിച്ച് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒലിവും കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വഴറ്റിയെടുത്തത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കേരള സ്റ്റൈലുള്ള മുരിങ്ങക്കായും മത്തിയും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മലപ്പുറം സ്റ്റൈലുള്ള ഈ ഒരു നാടൻ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ 2 മീൻകറീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.